viewers, welcome back to Sala Learning. It's me, Sri Bhama SB. മക്കളെ ഇതാ നിങ്ങളുടെ ക്രിസ്മസ് പരീക്ഷയും അടുത്തെത്തിയല്ലേ? ദിവസങ്ങളൊന്നും ഇല്ല, ഇതാ 3-4 ദിവസം കൂടെ കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ് അല്ലേ? അപ്പൊ ഇനി ദിവസങ്ങൾ വളരെ 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 കുറവാണ്. അടിപൊളിയായിട്ട് പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങിക്കേണ്ട മക്കളാണ്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. നമുക്ക് ഒരു അടിപൊളി ചാപ്റ്റർ പഠിക്കാനുണ്ട് അല്ലേ? അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ, ആകർഷിച്ചും വികർഷിച്ചും എന്ന് പറഞ്ഞ ഒരു അടിപൊളി ചാപ്റ്റർ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് മിസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഇത് പഠിക്കാൻ നിങ്ങൾ ഒരിക്കലും പോകരുത്, കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ്. അപ്പൊ ഈ ഒരു പോർഷൻസ് മിസ് പറയുന്ന ക്വസ്റ്റ്യൻസുകൾ ക്ലിയർ ആയിട്ട് കേൾക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പൊ ആ പോർഷൻസ് നിങ്ങളൊപ്പം തന്നെ പഠിച്ചു പോവാം. റെഡി അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് ഇതാ നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ദേ പിടിച്ചോ. യെസ്, കാന്തിക വസ്തുക്കൾ അകാന്തിക വസ്തുക്കൾ എന്നാൽ എന്ത്? വാട്ട് ആർ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആൻഡ് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്? സം ഒബ്ജക്ട്സ് ആർ ഗിവൻ ബിലോ. ക്ലാസിഫൈ ദം ഇൻടു മാഗ്നറ്റിക് ആൻഡ് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. കാന്തികം അകാന്തികം എന്നിങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. അതിൽ കുറെ വസ്തുക്കളും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഡെസ്ക്, പിന്ന്, മുട്ടുസൂചി, ചോക്ക്, ബ്ലേഡ്, തൂവല്, പുസ്തകം എന്നൊക്കെ കുറെ സാധനം തന്നിട്ടുണ്ട്. ഇത് നിങ്ങളോട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ചോദിച്ചു. ഡെസ്ക്, പിന്ന്, നീഡില്, ചോക്ക്, ബ്ലേഡ്, ഫെദർ, ബുക്ക്, കോമ്പ, നെയില, പ്ലാസ്റ്റിക്. അപ്പൊ എന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം? എന്താണ് കാന്തിക വസ്തു, എന്താണ് അകാന്തിക വസ്തു എന്ന് അറിഞ്ഞിരിക്കണം അല്ലെ? എന്താണ് കാന്തിക വസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാന്തം ആകർഷിക്കുന്ന ആളുകൾ അല്ലെ? എന്ന് വെച്ചാൽ കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാന്തിക വസ്തു. അപ്പൊ മിസ്സിന്റെ കയ്യിൽ ഒരു മാഗ്നറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുന്ന ആളുകൾ എല്ലാരെയും അട്രാക്ട് ചെയ്യില്ല. അതേപോലെ സാധനം മാഗ്നറ്റിന്റെ അടുത്ത് കൊണ്ടുവച്ചാൽ അത് അട്രാക്ട് ചെയ്യില്ല. അതേ സമയത്ത് മിസ്സിന്റെ ഫോണ് വെച്ചാൽ ചിലപ്പോൾ ദാ ഈ ഭാഗത്തൊക്കെ വെച്ചാൽ അവിടെ അട്രാക്ട് ചെയ്യും, കാരണം അതിനകത്ത് മാഗ്നറ്റ് ഉണ്ട് അല്ലെ? അങ്ങനെ മാഗ്നറ്റുകൾ അട്രാക്ട് ചെയ്യുന്ന പോർഷൻസ് അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് magnetic substance. Substance attracted by magnet are magnetic substance, and those not attracted, which is known as non-magnetic substance. ആകർഷിക്കാത്തവയെ അകാന്തിക വസ്തുക്കൾ അഥവാ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിളിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട്, ഉരുക്ക് എന്നിവ കാന്തിക വസ്തുക്കളാണ്. ഇരുമ്പുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ആണി, അതേപോലെ നമ്മുടെ വേണമെങ്കിൽ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള പറയുകയാണെങ്കിൽ സേഫ്റ്റി പിന്ന്, ആൻഡ് അതുപോലെ വേറെ എന്താ പറയാൻ പറ്റുക, ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാന്തങ്ങളുള്ള മൊബൈൽ ഫോണിന്റെ പോർഷൻസ്, അവിടെയൊക്കെ എന്ത് സംഭവിക്കും? കാന്തം പൂജ ആകർഷിക്കും. അപ്പൊ അവരൊക്കെ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെന്ന് പറയാൻ പറ്റും, ഇരുമ്പാണിയും കാര്യങ്ങളൊക്കെ. എന്നാൽ അതേസമയം പ്ലാസ്റ്റിക്കോ തടിപ്പലകയോ അല്ലെങ്കിൽ എന്താ പറയുക പേപ്പറൊക്കെ കണ്ടു വെച്ച് കഴിഞ്ഞാൽ ഒരു കുലുക്കോ ഇല്ല, കാരണം എന്ത് വന്നാലും ഒരു കാര്യവും ചെയ്യില്ല. അപ്പൊ അതിനെ നമുക്ക് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് വിളിക്കാം. സോ അയൺ, നിക്കൽ, കൊബാൾട്ട്, സ്റ്റീൽ. ഐനിക്കോസ്റ്റി എന്ന് പഠിച്ചു വെച്ചോ. അയൺ, I for iron and co for cobalt and steel ആയിട്ടുള്ള സ്റ്റീലുണ്ട്, and ni for nickel. അപ്പോൾ ഐനിക്കോസ്റ്റി എന്ന് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ആ 4 എണ്ണം ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അത് പഠിച്ചു വെച്ചോളാം. ദാറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോകാം. When do we make magnet? The north and south പോർഷൻസ് ഉണ്ട്. അത് ഡയറക്റ്റ് പ്രോപ്പർട്ടി ഓഫ് മാഗ്നറ്റ് ആണോ? കാന്തങ്ങൾ തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നത് നാം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് ടു സിറ്റുവേഷൻ. നമ്മള് നോർത്ത് സൗത്ത് ഡയറക്ഷനിലോട്ട് നമ്മൾ എന്താണ് മാഗ്നറ്റ് നിൽക്കുന്നത് നമുക്കറിയാം. അത് പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക് ആയിട്ട് പോൾസ് ഓഫ് ദ സെയിം ടൈപ്പ് ഓഫ് ദ മാഗ്നറ്റ് ആർ ഡാഷ്, അതെന്താണെന്ന് എഴുതാൻ ചോദിച്ചു. അതുപോലെ വ്യത്യസ്ത തരം ധ്രുവങ്ങളെ ഡാഷ് എന്ന് പറഞ്ഞു. അപ്പൊ ആ ഫിൽ ഇൻ ദ ബ്ലാങ്ക് എന്ന പോലെ ഡാഷ് ഫിൽ ചെയ്യാനും നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പറയണ മക്കളെ, എന്തായിരിക്കും വരാ? എങ്ങനെയായിരിക്കും നമുക്ക് എഴുതാൻ വേണ്ടി പറ്റാ? എടാ, നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് എപ്പോഴും നിൽക്കുക നിനമുക്കറിയാം അല്ലേ? ഒരു മാഗ്നറ്റ് വല്ല മോഹൻലാലിനെ പോലെ ഇങ്ങനെ ചെരിഞ്ഞ നോർത്തിലോട്ട് സൗത്തിലോട്ട് ഒരു ചെരിവ് പിടിച്ചിട്ടാണ് നമ്മുടെ മാഗ്നറ്റ് നിൽക്കുന്നത്. തെക്ക് വടക്ക്, വടക്ക് വടക്ക്, തെക്കണ പറഞ്ഞാൽ ആ വടക്ക് തെക്ക് പോർഷനിലാണ് നമ്മുടെ ആര് നിൽക്കുക? മാഗ്നറ്റുകൾ നിൽക്കുക. അത് നമ്മൾ പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭം ചോദിച്ചാൽ നിങ്ങൾക്ക് കപ്പൽ യാത്രയ്ക്ക് ദിശ മനസ്സിലാക്കുന്നതിന്, ഇൻ ഷിപ്പ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ എന്ന് പറയാം. കാടിനുള്ളിൽ ദിശ മനസ്സിലാക്കുന്നതിന്, ടു നോ ദ ഡയറക്ഷൻ ഇൻസൈഡ് ഫോറസ്റ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ 2 സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് എഴുതി കൊടുത്താൽ അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, റെഡി?
പിന്നെ നമ്മളോട് ഡാഷ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കാന്തത്തിന്റെ ഒരേ തരത്തിലുള്ള ധ്രുവങ്ങളെ നമ്മൾ എന്ത് പേര് പറഞ്ഞാടാ വിളിക്കുക? സജാതീയ ധ്രുവങ്ങൾ അഥവാ ലൈക്ക് പോൾസ് എന്ന് പറയും അല്ലെ. നമുക്കറിയാം ഒരു മാഗ്നറ്റില് നോർത്ത് പോളും ഉണ്ട് സൗത്ത് പോളും ഉണ്ട്. അതിൽ നോർത്തും ഇപ്പൊ ഇവിടെ ഇതേ ഭാഗത്ത് മിസ് ഒരു സൗത്തും നോർത്തും ഉള്ള മാഗ്നറ്റ് വെച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ രണ്ട് മാഗ്നറ്റുകൾ ഒന്നിച്ചു വരുമ്പോൾ ഒരേപോലെയുള്ള ധ്രുവങ്ങള് ഇപ്പൊ നോർത്തും നോർത്തും സൗത്തും സൗത്തും അതേപോലെ വന്നു കഴിഞ്ഞാൽ അവര് പരസ്പരം വികർഷിക്കും. അവരെന്ത് ചെയ്യില്ല? ആകർഷിക്കില്ല. കാരണം ഒരേപോലെയുള്ള സ്ട്രോങ് ശക്തികളായിട്ടുള്ള രണ്ടുപേര് വന്നാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ആര് ജയിക്കുന്നത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല അല്ലെ. അപ്പൊ അവര് പരസ്പരം എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യാണ് ചെയ്യുക. ദാറ്റ് മീൻസ് അവര് സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയാണ് ചെയ്യുക. അതേസമയം ഒരു മാഗ്നറ്റിന്റെ നോർത്തും സൗത്തും, അപ്പുറത്തെ മാഗ്നറ്റിന്റെ നോർത്ത് പോളും ഇപ്പുറത്തെ മാഗ്നറ്റിന്റെ സൗത്ത് പോളും കൊണ്ടെന്നാൽ അവര് പരസ്പരം ആകർഷിക്കും. കാരണം അത് വിജാതീയ ധ്രുവങ്ങളാണ്, അൺലൈക്ക് പോൾസ് ആണ്. നോർത്തും സൗത്തും, ഒരാള് അപ്പുറത്തെ സൈഡും ഒരാൾ ഇപ്പുറത്തെ സൈഡും, തെക്കും വടക്കുക. അപ്പൊ ഒരു പ്രശ്നമില്ല. നമുക്ക് രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളുകൾ വന്നാൽ അവർ പരസ്പരം ഭയങ്കരമായിട്ട് സ്നേഹിക്കും. ദാറ്റ് മീൻസ് വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുന്നു. അൺലൈക്ക് പോൾസ് അട്രാക്ട് ഈച്ച് അതർ ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ലൈക്ക് പോൾസും അൺലൈക്ക് പോൾസും പഠിച്ചു. ലൈക്ക് പോൾസ് പരസ്പരം എന്താ ചെയ്യുന്ന മക്കളെ? ലൈക്ക് പോൾസ് വന്നാൽ അവർ പരസ്പരം റിപ്പൽ ചെയ്യുന്നു. അൺലൈക്ക് പോൾസ് വന്നാൽ അവർ പരസ്പരം അട്രാക്ട് ചെയ്യുന്നു എന്നുള്ള കേസ് എന്റെ മക്കള് ആലോചിച്ച് വെക്കാം. ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലിനം കാന്തങ്ങളുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് നോക്കി അതിന്റെ പേര് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ പേര് വരാനുള്ള റീസൺ എന്താണെന്നും ചോദിച്ചിട്ടുണ്ട്. റിലേഷൻ ടു ദ നെയിം ഓഫ് ദ പിക്ചർ ചോദിച്ചിട്ടുണ്ട്. പറയട്ടെ മക്കളെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്? എന്താണ് അതിന്റെ പേര്? ഇങ്ങനെ ഒരു പിക്ചർ തന്നാൽ ഇതിങ്ങനെ എന്താ? ബാർ കാന്തം എന്ന് നമ്മൾ പറയാം അല്ലെ. കുറച്ച് നീളത്തില് ചതുരത്തില് പോലെ ഉള്ളതാണെങ്കിൽ അത് ബാർ മാഗ്നറ്റ് ആണ്. എന്നാ നോക്ക, യു ഷേപ്പ് അല്ലെ. ഇത് യു ഷേപ്പിൽ നിൽക്കുന്നത് ഏതാ പറയാൻ പറ്റും? യു മാഗ്നറ്റ് അല്ലെങ്കിൽ യു കാന്തം എന്ന് നമുക്ക് പറയാം. ഇനി റൗണ്ട് ഷേപ്പിലുള്ള സാധനോ റിങ് കാന്തം അഥവാ റിങ് മാഗ്നറ്റ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇതിന്റെ പേര് വന്നത് എങ്ങനെയാണ്? കാന്തത്തിന് ഇവിടെ ആകൃതിയുടെ അടിസ്ഥാനത്തിൽ എന്താണോ അതിന്റെ ഷേപ്പ്, അതിന്റെ ബേസിലാണ് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റുക? ഈ മാഗ്നറ്റുകളെ പറയാൻ വേണ്ടി പറ്റുക. ക്ലിയർ ആണല്ലോ. ഇപ്പൊ ബാർ മാഗ്നറ്റും റിങ്ങും, ഇപ്പൊ ഡിസ്ക് ഷേപ്പ് ആണെങ്കിൽ ഇതുപോലെ ഒരു ഡിസ്കിന്റെ ആകൃതിയിലാണെങ്കിൽ ഡിസ്ക് ഷേപ്പും, അങ്ങനെ പല ഷേപ്പില് മാഗ്നറ്റുകൾ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ അത് ജസ്റ്റ് മനസ്സിലാക്കുക. ബേസ്ഡ് ഓൺ എന്താണ് അതിന്റെ ഒരു ഷേപ്പിനനുസരിച്ചിട്ടാണ് അതിൽ മാറ്റം വരിക എന്നുള്ളത് ആലോചിച്ചാൽ മതി. റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഇനി നമ്മളോട് ചോദിച്ചത് ആകർഷിക്കുന്നതും അതുപോലെ ആകർഷിക്കാത്തവ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അട്രാക്ട് ചെയ്യുന്നത് ഏതൊക്കെയാ? പിന്നെ മുട്ട്, സൂചി, ആണി, ബ്ലേഡ് ഒക്കെ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസുകളാണ് അല്ലേ. ഇരുമ്പും കൊബാൾട്ട് നിക്കലൊക്കെ കൂടിയതൊക്കെ അട്രാക്ട് ചെയ്യുന്ന പറഞ്ഞു. ദോസ് ആർ നോട്ട് അട്രാക്റ്റഡ്. കാന്തം ആകർഷിക്കാത്തവ ഏതാ ചോദിച്ചാൽ നമുക്ക് ഇത് പറയാം. ഡെസ്ക്, ചോക്ക്, തൂവല്, ഇതൊക്കെ ആകർഷിക്കോടാ? ഒരു പേപ്പർ എടുത്ത് കാണിച്ചോ മാഗ്നറ്റ് ആകർഷിക്കോ? ഇല്ല. അതുപോലെ ചീപ്പ്, പ്ലാസ്റ്റിക്, പുസ്തകം ഒന്നും എന്ത് ചെയ്യില്ല? അത് ആകർഷിക്കില്ല. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് എന്ത് പഠിച്ചു? കാന്തിക വസ്തുവും അകാന്തിക വസ്തുക്കളും കാര്യങ്ങളും പഠിച്ചു. ഡീറ്റെയിൽ ആയിട്ടുള്ള കുറെ മാഗ്നറ്റ്സിന്റെ കാര്യങ്ങൾ പഠിച്ചു. അപ്പൊ നിങ്ങളോട് ഇതുപോലെയുള്ള അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസുകളായിരിക്കും ചോദിക്കുക. നിങ്ങളോട് ഡയറക്റ്റ് അല്ല ചോദിക്കുക, മറിച്ച് ഇങ്ങനെ സാധനങ്ങൾ തന്നിട്ട് നിങ്ങളോട് അത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ആൻഡ് പിക്ചർ തന്നിട്ടൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ നന്നായിട്ട് ക്വസ്റ്റ്യൻസുകളെല്ലാം പഠിച്ചു പോവുക. ഇതോടുകൂടി തീർന്നില്ല, ഇനിയും കുറെ ക്വസ്റ്റ്യൻസുകൾ വരാനുണ്ട്. അത് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. മാരത്തോണുകളൊക്കെ കാണുക, അടിപൊളിയായിട്ട് ലൈവിൽ വരാം. ഒരു ക്ലാസ്സും മിസ് ചെയ്യരുത്. ഇനി അങ്ങോട്ടേക്ക് എല്ലാം വളരെ പ്രധാനപ്പെട്ട ലൈവുകളും കാര്യങ്ങളും ആയിരിക്കും. അപ്പൊ എന്റെ മക്കൾ എല്ലാം അടിപൊളിയായിട്ട് എക്സാം എഴുതാം. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാ മക്കൾക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അടിപൊളിയാക്കുക, ഉഷാറാക്കുക. വിത്ത് ലവ്, SB മിസ് ആണ്. അപ്പൊ ബൈ ഡിയേഴ്സ്. നെക്സ്റ്റ് ലൈവിൽ കാണാം, നെക്സ്റ്റ് വീഡിയോസിലായിട്ട് കാണാം. അതുവരേക്കും ബൈ. സീ യു ഡിയേഴ്സ്.